നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ശ്രീകണ്ഠനായിരുന്ന നമ്മുടെ SKN ഇപ്പോൾ എയറിലല്ല, ശൂന്യാകാശത്താണ്. ഒപ്പമുണ്ട് ഒരു ഹാഷ്മി. തലയിൽ മുണ്ടിട്ട ഒരു ഓട്ടമായിരുന്നു. ഏതോ ഒരു പാരിജാതൻ കൊളുത്തിയ തീ 24 അങ്ങ് ഏറ്റുപിടിച്ചു. പിന്നീട് എന്തൊക്കെ കീറിച്ച. കേരള പോലീസ് പരാജയപ്പെട്ടിടത്ത് 24 ന്യൂസ് സംഘം വിജയിക്കുന്ന കാഴ്ച. 24ൻ്റെ പ്രത്യേക ന്യൂസ് സംഘം ബ്രൂണയിലേക്ക് പുറപ്പെടുന്നു. എന്നാൽ ബ്രൂണയിലെത്തിയ ന്യൂസ് സംഘം കാറിനുള്ളിലാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ചില കമൻറ്റ് ബോക്സുകളിൽ ആളുകൾ കുറിക്കുന്നത് പോലെ കൊച്ചിയിലോ ബോംബെയിലോ മറ്റെവിടെ നിന്നെങ്കിലുമാണോ ഇനി അവർ ഈ സ്പെഷ്യൽ റിപ്പോർട്ട് പകർത്തി കേരളത്തിലെ പ്രേക്ഷകരുടെ മുന്നിൽ വെച്ചത്. ഓണം തൂക്കാൻ 24 എത്തുന്നു എന്ന മട്ടിലായിരുന്നു സുകുമാരക്കുറുപ്പിനെയും തൂക്കിക്കൊണ്ട് 24 ഒരു കാച്ച് കാച്ചിയത്. SKNൻ്റെ കിടിലം പെർഫോമൻസ്. ഒപ്പം ഹാഷ്മി എന്ന മാധ്യമപ്രവർത്തകൻ തൻ്റെ മുന്നിൽ വരുന്നവരെയൊക്കെ വെല്ലുവിളിക്കുന്നു. കേരള പോലീസിനെ വെല്ലുവിളിക്കുന്നു. കേരള സർക്കാരിനെ തൂക്കിയടിക്കുന്നു. ഇത് പണിയാകും ചാനലിന് എന്ന് ചാനൽ ഫ്ലോറിലിരുന്ന് ഇക്കഴിഞ്ഞ ദിവസം ഹാഷ്മിയോട് മുൻ പോലീസ് ഉദ്യോഗസ്ഥനായ ജോർജ് ജോസഫ് പറഞ്ഞു. ജോർജ് ജോസഫ് സുകുമാരക്കുറുപ്പിൻ്റെ ആളെന്ന മട്ടിലാണ് അപ്പോൾ ഹാഷ്മി പ്രതികരിച്ചത്. നിങ്ങൾക്കൊന്നും സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ താല്പര്യമില്ല, അതുകൊണ്ടാണ് 24 ഇത്ര ക്ലേശം സഹിച്ച് അങ്ങ് ബ്രൂണയിലെത്തി സുകുമാരക്കുറുപ്പിനെയും തൂക്കി കേരളത്തിലേക്ക് വരുന്നത് എന്ന മട്ടിലായിരുന്നു അവരുടെ റിപ്പോർട്ടിംഗ്. 24 ന്യൂസ് ചാനൽ പൊക്കിപ്പിടിച്ചത് പാരിജാതൻ എന്നൊരു വ്യക്തിയെ. പാരിജാതനാണ് കഴിഞ്ഞ 91 മുതൽ തനിക്ക് സുകുമാരക്കുറുപ്പിനെ നേരിട്ടറിയാം എന്ന് തട്ടിവിട്ടത്. സ്വാഭാവികമായി നമുക്ക് ചില സംശയങ്ങളുണ്ടാവാം. 1991 മുതൽ ഇത്ര വ്യക്തമായി സുകുമാരക്കുറുപ്പിനെ അറിയാവുന്ന പാരിജാതൻ എന്തുകൊണ്ട് ഇക്കാര്യം കേരളത്തോട് നേരത്തെ പറഞ്ഞില്ല? എന്തുകൊണ്ട് കേരള പോലീസിന് മുന്നിൽ ഇക്കാര്യം അദ്ദേഹം അവതരിപ്പിച്ചില്ല? അപ്പോൾ പിന്നെ ഈ പാരിജാതനാണോ സുകുമാരക്കുറുപ്പ് എന്ന സംശയം കേരളത്തിൽ ഇപ്പോൾ ശക്തമാണ്. ജോൺ മേനോൻ എന്നൊരാൾ ബ്രൂണയിലുണ്ടെന്നും അയാളുടെ രഹസ്യ സങ്കേതം തങ്ങൾ വളഞ്ഞുവെന്നും 24 ന്യൂസ് സംഘം അവകാശപ്പെടുന്നു. അങ്ങ് കൊച്ചിയിലെ ചാനൽ ഫ്ലോറിലിരുന്ന് SKNനും ഹാഷ്മിയും അരങ്ങ് തകർക്കുന്നു. സുകുമാരക്കുറുപ്പിൻ്റെ രഹസ്യ സങ്കേതം തങ്ങൾ കണ്ടുപിടിച്ചു. ഓരോ മിനിറ്റിലും സങ്കേതം മാറുന്ന സുകുമാരക്കുറുപ്പ്. 1991 മുതൽ വിവിധ ഘട്ടങ്ങളിൽ സുകുമാരക്കുറുപ്പിൻ്റേതായി പ്രചരിച്ച ഫോട്ടോകളും അവർ നിരത്തിവെച്ചു. 24 ഇൻ്റർനാഷണൽ ന്യൂസ് എക്സ്ക്ലൂസീവ് എന്നൊക്കെ തട്ടിവിട്ടപ്പോൾ കേരളം തല മരച്ച് കണ്ണുമിഴിച്ച് അന്തം വിട്ടു നിന്നു. എന്നാൽ ഇന്ന് കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിൻ്റെ രൂപസാദൃശ്യമുണ്ട് എന്ന തരത്തിൽ പ്രചരിക്കുന്നത് തൻ്റെ അമ്മാവിൻ്റെ പാസ്പോർട്ടും വിവരങ്ങളുമാണ് എന്ന് തൃശ്ശൂർ സ്വദേശിയാണ് ആദ്യം വ്യക്തമാക്കുന്നത്. തൃശ്ശൂർ വടക്കാഞ്ചേരിക്കടുത്ത് കരുമത്ര സ്വദേശിയായ ഗോപിനാഥൻ്റേതാണ് വെളിപ്പെടുത്തൽ. ദാമോദര മേനോൻ എന്ന തൻ്റെ അമ്മാവൻ ബ്രൂണയിൽ തന്നെയുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അദ്ദേഹവുമായി സംസാരിച്ചു. എന്നാൽ അദ്ദേഹത്തെ നേരിട്ട് കണ്ടിട്ട് വർഷങ്ങളായി. നിലവിൽ അദ്ദേഹത്തിന് കുറച്ച് അസുഖങ്ങളൊക്കെയുണ്ട്. മുമ്പൊരിക്കൽ ശബരിമല ചെമ്പോലി ഇറക്കിയ 24 ന്യൂസ് അതിനേക്കാൾ വലിയ ഒരു കിടുവള്ളിയാണ് ഇപ്പോൾ പിടിച്ചിരിക്കുന്നത്. ബ്രൂണയിലുള്ളത് കരുമത്രക്കാരൻ ദാമോദര മേനോൻ എന്നുറപ്പിച്ചതോടെ 24 ന്യൂസ് സർവത്ര എയറിലായി. സുകുമാരക്കുറുപ്പ് ബ്രൂണയിലുണ്ട് എന്ന കള്ളക്കഥ ഇപ്പോൾ പൊളിച്ചടുക്കിയത് കേരള പോലീസ് തന്നെ. സുകുമാരക്കുറുപ്പ് എന്ന് പറയപ്പെടുന്ന ആളുമായി താൻ ഫോണിൽ സംസാരിച്ചുവെന്ന സ്പെഷ്യൽ ബ്രാഞ്ച് ACP. സുകുമാരക്കുറുപ്പിനെ ബ്രൂണയിൽ കണ്ടെത്തി എന്ന മാധ്യമ കോലാഹലങ്ങൾ ഒടുവിൽ തകർന്നടിയുന്നു. ദശകങ്ങളായി പോലീസിനെയും ജനങ്ങളെയും ഒരുപോലെ കണ്ടുകെട്ടിക്കളിക്കുന്ന പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിനെ അത്ര പെട്ടെന്ന് ബ്രൂണയിൽ വെച്ച് കണ്ടുമുട്ടി എന്നൊക്കെ ഒരു ചാനൽ വിശദീകരിക്കുമ്പോൾ അതങ്ങ് വെള്ളം തൊടാതെ വിഴുങ്ങിയ മലയാളികളെ പറഞ്ഞാൽ മതി. ഇക്കാര്യം ജോർജ് ജോസഫ് ഇക്കഴിഞ്ഞ ദിവസം വ്യക്തമായി പറഞ്ഞിരുന്നു. സുകുമാരക്കുറുപ്പ് ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഒരു കാരണവശാലും അയാൾ ഒരു മലയാളിയുടെ പേരിൽ പാസ്പോർട്ട് എടുക്കില്ല. സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലുമൊക്കെ പ്രചരിച്ച സുകുമാരക്കുറുപ്പിൻ്റെതെന്ന തരത്തിലുള്ള ചിത്രത്തിൻ്റെ പേരിൽ ഇനി 24 ന്യൂസ് ഉറപ്പായും കെടുവള്ളി പിടിക്കുമെന്നുറപ്പാണ്. 24 ന്യൂസിനെ തേടി ഇനി ഇന്റർപോൾ എത്തുമോ എന്ന സംശയം ചിലർ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കുന്നു. ഇക്കഴിഞ്ഞ ദിവസം സാക്ഷാൽ സുകുമാരക്കുറുപ്പിനെ പിടിക്കാൻ ഇന്റർപോളിന് നിർദ്ദേശം നൽകുമെന്നൊക്കെ 24 ന്യൂസ് തട്ടിവിട്ടപ്പോൾ ജോർജ് ജോസഫ് പറഞ്ഞിരുന്നു, 24 ന്യൂസ് പുലിവാല് പിടിക്കാതിരുന്നാൽ മതി, ഇനി അന്വേഷണങ്ങൾ നിങ്ങൾക്ക് നേരെയാകും. ഇപ്പോഴിതാ 24 ന്യൂസ് ചാനൽ എല്ലാ കുറ്റവും പ്രവാസി പാരിജാതൻ്റെ തലയ്ക്ക് മുകളിൽ വയ്ക്കുന്നു. പാരിജാതൻ പറഞ്ഞതനുസരിച്ചാണ് തങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാണ് 24ൻ്റെ വിശദീകരണം. പിന്നെ എന്തിനാണ് 24 സംഘം ബ്രൂണയിലെത്തി എന്ന് പ്രചരിപ്പിച്ചത്? യഥാർത്ഥത്തിൽ ഇത്തരമൊരു സംഘം ബ്രൂണയിൽ എത്തിയിരുന്നോ എന്ന് ജനങ്ങൾ കമൻറ്റ് ബോക്സുകളിൽ ചോദിക്കുന്നു. ദാമോദര മേനോൻ്റെ കുടുംബാംഗങ്ങൾ ഫോട്ടോ കൃത്യമായി തിരിച്ചറിഞ്ഞതോടെയാണ് ഇപ്പോൾ 24 ന്യൂസ് എയറിലായത്.
ഇതോടെ റേറ്റിംഗ് നാടകങ്ങളുടെ സത്യാവസ്ഥ കേരളത്തിന് ബോധ്യപ്പെട്ടു. ഓണക്കാലത്ത് നാടൊടുക്ക് ചർച്ചയായ ഒരു സംഭവമായിരുന്നു ബ്രൂണയിലെ സുകുമാരക്കുറുപ്പ്. സുകുമാരക്കുറുപ്പിൻ്റെ പുതിയ ലൊക്കേഷൻ വളഞ്ഞിട്ട് വീഴ്ത്തിയ 24 ന്യൂസ് സംഘം ഇനി എങ്ങനെ ബ്രൂണയിൽ നിന്ന് കേരളത്തിലെത്തും? ഇതൊരു മാധ്യമ തട്ടിപ്പായിരുന്നു എന്ന തലത്തിൽ രൂക്ഷമായ വിമർശനങ്ങളാണ് കേരളത്തിൽ ഉയരുന്നത്. പൊതുസമൂഹത്തിലെ ആശങ്കകളും അഭ്യൂഹങ്ങളും മുതലെടുത്തുകൊണ്ട് റേറ്റിംഗിന് വേണ്ടിയുള്ള ഒരു നാടകം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. സ്പെഷ്യൽ ബ്രാഞ്ച് ACP ബിജോയ് തോമസ് ബ്രൂണയിലുള്ള ദാമോദര മേനോനുമായി ഫോണിൽ നേരിട്ട് സംസാരിച്ചു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ കാരണം താൻ കിടപ്പിലാണെന്നും തീവ്രമായ ചികിത്സയിലാണെന്നും അദ്ദേഹം പോലീസിനോട് വിശദമാക്കി. തനിക്ക് സങ്കേതങ്ങൾ അടിക്കടി മാറാനുള്ള ആരോഗ്യസ്ഥിതിയൊന്നുമില്ല. അപ്പോൾ പിന്നെ 24 ന്യൂസ് എങ്ങനെയാണ് ഇയാൾ അടിക്കടി താവളങ്ങൾ മാറുന്നുവെന്നൊക്കെ പ്രചരിപ്പിച്ചത്? ബ്രൂണയിലെ ബിസിനസ് സംബന്ധമായ ചില നിയമ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുശേഷം എത്രയും പെട്ടെന്ന് നാട്ടിലെത്തണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് അദ്ദേഹം കേരള പോലീസിനോട് വ്യക്തമാക്കി. ഇക്കഴിഞ്ഞ ദിവസം 24 ന്യൂസ് ചാനൽ കൊളുത്തിയ വാർത്താത്തി തുടർന്ന് വാർത്തകൾ കാട്ടുതീ പോലെ പ്രചരിച്ചതോടെ അന്വേഷണ സംഘം ഉടനടി തൃശ്ശൂരിലെ കരുമത്രയിലെത്തി. ദാമോദര മേനോന്റെ കുടുംബ പശ്ചാത്തലം അവർ വിശദമായി പരിശോധിച്ചു. കരുമത്രയിൽ ഇദ്ദേഹത്തിൻ്റെ പേരിൽ 10 സെന്റ് ഭൂമിയും തറവാട്ടു വീടുമുണ്ട് എന്ന് വില്ലേജ് ഓഫീസ് രേഖകളിൽ വ്യക്തമായിട്ടുണ്ട്. റവന്യൂ രേഖകളും ആധാരങ്ങളും പോലീസ് കൃത്യമായി ഒത്തുനോക്കി. കുടുംബാംഗങ്ങളും നാട്ടുകാരും നൽകിയ മൊഴികളും പഴയ ചിത്രങ്ങളും ഉറപ്പിച്ചാണ് ബ്രൂണയിലേത് ദാമോദര മേനോൻ തന്നെയെന്ന് പോലീസ് ഉറപ്പിച്ചത്. ബ്രൂണയിലെ ഏതോ ഒരു പാരിജാതൻ എന്ന പ്രവാസി നൽകിയ വിശ്വസനീയമല്ലാത്ത പാസ്പോർട്ട് വിവരങ്ങളും ചിത്രങ്ങളും വെച്ച് ഉത്തരവാദിത്തമുള്ള ഒരു ചാനൽ ഇങ്ങനെ തുടർ റിപ്പോർട്ടുകൾ നൽകുക. 24 എക്സ്ക്ലൂസീവ് എന്ന പേരിൽ ഹാഷ്മി കേരളത്തിലെ പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുക. SKN എന്ന മാധ്യമപ്രവർത്തകന്റെ മുഴുവൻ വിശ്വാസ്യതയും തകർക്കുക. ഒരു വസ്തുത പരിശോധന പോലുമില്ലാതെ ഒരു സാധാരണ വയോധികന്റെ ചിത്രങ്ങൾ വ്യാജമായി പ്രചരിപ്പിച്ചത് മാധ്യമ മര്യാദകൾ ലംഘിക്കുന്ന നടപടിയാണ് എന്നും ശക്തമായ വിമർശനങ്ങൾ ഉയരുന്നു. വർഷങ്ങളായി വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തിയാണ് ദാമോദര മേനോൻ. അങ്ങനെ നാട്ടിലേക്ക് അധികം വരാറില്ല. തൃശ്ശൂരിലെ കുടുംബവുമായി നിരന്തരം ഫോണിലും വാട്സാപ്പിലും ബന്ധപ്പെടുന്ന വ്യക്തിത്വം. ഭാര്യയും മക്കളും മലേഷ്യയിൽ, സഹോദരി അടക്കമുള്ള ഉറ്റ ബന്ധുക്കൾ തൃശ്ശൂർ കരുമത്രയിലുണ്ട്. നാടിൻ്റെയും കുടുംബത്തിൻ്റെയും സുരക്ഷിതത്വത്തിൽ കഴിയുന്ന നിരപരാധിയായ ഒരു പ്രവാസിയെ കൊലക്കേസ് പ്രതിയാക്കി ചിത്രീകരിച്ച നടപടിയാണ് ഇപ്പോൾ കേരളത്തിലെ മാധ്യമലോകം നടത്തിയത്. ഒടുവിലിത ഓണം തൂക്കാനിറങ്ങിയ വ്യാജ സുകുമാരക്കുറുപ്പിനെ കേരള പോലീസ് തൂക്കി നിലത്തടിച്ചു. കഴിഞ്ഞ 40 വർഷമായി ബ്രൂണയിൽ താമസിക്കുന്ന തൻ്റെ സഹോദരൻ ദാമോദര മേനോന്റെ പാസ്പോർട്ടാണ് മാധ്യമങ്ങൾ സുകുമാരക്കുറുപ്പിൻ്റേതാക്കി കാണിച്ചത് എന്ന് വ്യക്തമാക്കി യഥാർത്ഥ സഹോദരൻ തന്നെ ഇപ്പോൾ രംഗത്തെത്തി. കേരള പോലീസിൻ്റെ ഉന്നത പദവികളിൽ ഇരിക്കുന്ന ഒരാളുടെ ഇടപെടലും ഈ വാർത്ത വിസ്ഫോടനത്തിന് പിന്നിലുണ്ടോ എന്ന് സംശയിക്കുന്നു. 91 മുതൽ സുകുമാരക്കുറുപ്പിനെ ബ്രൂണയിൽ തനിക്ക് അറിയാമെന്നും 3 പതിറ്റാണ്ടുകളായി താൻ സുകുമാരക്കുറുപ്പിനെ നിരീക്ഷിക്കുകയാണ് എന്നും അവകാശപ്പെട്ട് രംഗത്തെത്തിയ പാരിജാതൻ്റെ ലക്ഷ്യമെന്ത്? പാരിജാതൻ പറയുന്നതനുസരിച്ച് സുകുമാരക്കുറുപ്പ് പിന്നീട് ചാക്കോയുടെ കുടുംബത്തെ സഹായിക്കാത്തതാണ് തൻ്റെ ഏറ്റവും വലിയ കലിപ്പെന്ന്. സുകുമാരക്കുറുപ്പ് ബ്രൂണയിൽ വലിയ ബിസിനസ്സുകൾ നടത്തി യഥേഷ്ടം പണമുണ്ടാക്കിയെന്നും ആ പണം ഭാര്യയ്ക്കും മക്കൾക്കും അയച്ചു കൊടുത്തുവെന്നുമൊക്കെ പാരിജാതൻ വിശദീകരിക്കുന്നു. ഇന്ത്യ തിരയുന്ന ഒരു കൊലക്കേസ് പ്രതി ബ്രൂണയിൽ സുരക്ഷിതമായുണ്ട് എന്ന് 3 പതിറ്റാണ്ടുകൾ മനസ്സിൽ പേറിയ പാരിജാതൻ്റെ ലക്ഷ്യമെന്ത്? എന്തുകൊണ്ട് ഇത്തരമൊരു രഹസ്യം പാരിജാതൻ കേരള പോലീസിനോട് പോലും വ്യക്തമാക്കാതെ മനസ്സിൽ സൂക്ഷിച്ചു? ഈ ചോദ്യത്തിന് ഇനി ഉത്തരം പറയേണ്ടി വരും പ്രവാസി പാരിജാതന്. സുകുമാരക്കുറുപ്പ് ബ്രൂണയിലുണ്ട് എന്നറിഞ്ഞിട്ടും അത് അന്വേഷണ ഏജൻസികളെ അറിയിക്കാതെ സ്വന്തം താൽപ്പര്യങ്ങൾക്കായി രഹസ്യമാക്കി വെച്ച പാരിജാതനെതിരെ ഉടൻ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾക്ക് പോലീസ് തുനിയുമെന്നാണ് പുറത്തുവരുന്ന വിവരം. യാതൊരുവിധ സംശയങ്ങളുമില്ലാത്ത വിധമാണ് പാരിജാതൻ താൻ സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തി എന്ന് പ്രചരിപ്പിക്കുന്നത്. ഇത് നിയമത്തെ വെല്ലുവിളിക്കലാണ്. കുറ്റവാളി അറിഞ്ഞുകൊണ്ട് സംരക്ഷിക്കുന്നതിന് തുല്യം. പാരിജാതൻ്റെ വാക്കുകൾ കേട്ട് കേരളത്തിൽ നിന്ന് 24 ന്യൂസ് സംഘം ബ്രൂണയിലെത്തിയോ എന്ന കാര്യം ഇനി ചാനൽ കൂടുതൽ വ്യക്തതയോടെ വിശദീകരിക്കണം. തൻ്റെ സുഹൃത്തിൻ്റെ ഓഫീസിൽ വെച്ച് കണ്ട പാസ്പോർട്ടിലെ വിവരങ്ങൾ ഓർത്തെടുത്ത് പറയുകയാണ് പാരിജാതൻ. എന്തുകൊണ്ട് ഇത്രയും വർഷം അത് നിയമത്തിന് മുന്നിൽ അയാൾ എത്തിച്ചില്ല? വടക്കാഞ്ചേരി സ്വദേശിയായ ദാമോദര മേനോന്റെ ചിത്രവും വ്യാജ വിവരങ്ങളും നിർമ്മിച്ച് പ്രേക്ഷകരെ വഞ്ചിച്ച പാരിജാതനെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. ദുരൂഹത നിറഞ്ഞ വ്യക്തിയാണ് സുകുമാരക്കുറുപ്പ് എന്ന് പാരിജാതൻ പറയുന്നു. എന്നാൽ പാരിജാതൻ അടിമുടി ദുരൂഹത കലർന്ന ഒരു വ്യക്തിത്വമാണ് എന്ന് അദ്ദേഹത്തെ അറിയാവുന്നവർ വിശദീകരിക്കുന്നു. ഇന്ത്യക്കാരുമായി അകന്ന് കഴിയുകയാണ് സുകുമാരക്കുറുപ്പ് എന്നായിരുന്നു പാരിജാതൻ്റെ വിശദീകരണം. കുറുപ്പിനെ പരിചയപ്പെട്ടത് എങ്ങനെയെന്നും പാരിജാതൻ വ്യക്തമാക്കി.
ബിസിനസ് ആവശ്യത്തിന് ബ്രൂണയിലേക്കാണ് താൻ വരുന്നത്. അവിടെ തൻ്റെ സുഹൃത്ത് നടത്തുന്ന ഒരു കമ്പനി ഇന്ത്യയിൽ നിന്ന് കുറച്ച് മെറ്റീരിയൽ എടുക്കണമെന്ന് സുഹൃത്ത് പറഞ്ഞതിൻ്റെ ഭാഗമായി അതുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷനാണ് സുഹൃത്തിൻ്റെ ഓഫീസിലെത്തിയത്. സുഹൃത്തിൻ്റെ ഓഫീസിലെത്തി അവിടെ മാനേജർ ഉണ്ട്, അദ്ദേഹവുമായി സംസാരിച്ചിരിക്കുമ്പോഴേക്കും എത്തിക്കോളാം എന്നായിരുന്നു തൻ്റെ സുഹൃത്ത് പറഞ്ഞത്. മാനേജറുടെ നമ്പറും തന്നു. ഈ നമ്പറിൽ വിളിച്ചു. മലേഷ്യൻ ഇന്ത്യനാണ് ഈ മാനേജർ. ഓഫീസിലെത്തി 10 മിനിറ്റ് ഇയാൾക്കായി കാത്തിരുന്നു. എന്നാൽ അദ്ദേഹം അവിടെ എത്തിയില്ല. തിരികെ ഇറങ്ങിയപ്പോൾ അയാൾ പിന്നീട് വിളിക്കുന്നു. അത്തരത്തിൽ 3 തവണയോളം ആവർത്തിച്ചതിന് ശേഷമാണ് അയാളെ കണ്ടത്. അതിനുശേഷം ബിസിനസ് ചർച്ചകൾക്ക് പോയാൽ അയാൾ എത്താറില്ല. അവിചാരിതമായി ഒരു ദിവസം ഓഫീസിൽ ചെന്നപ്പോൾ ഇന്ത്യൻ പാസ്പോർട്ട് ഇയാളുടെ ടേബിളിൽ ഇരിക്കുന്നത് താൻ കണ്ടു. സുകുമാരൻ ശിവരാമക്കുറുപ്പ് എന്ന പേരാണ് കണ്ടത്. പാസ്പോർട്ട് എടുത്ത ജനന സ്ഥലം, ജനനത്തീയതി, പാസ്പോർട്ട് കാലാവധി, കാലയളവ് എല്ലാം നോക്കി. 91 പാസ്പോർട്ട് കാലാവധി കഴിഞ്ഞു. 46 മെയ് ആയിരുന്നു ജനനത്തീയതി കണ്ടത്. തൻ്റെ അനുമതിയില്ലാതെ ആരും ആ ഓഫീസ് മുറിയിലേക്ക് വരില്ല എന്ന ആത്മവിശ്വാസത്തിലായിരിക്കാം അയാൾ പാസ്പോർട്ട് ഇത്തരത്തിൽ ടേബിളിൽ വെച്ചത്. ഓഫീസിൽ കയറി വന്ന ഇയാൾ ഞാൻ പാസ്പോർട്ട് എടുത്തത് കണ്ട് ഓടി വന്ന് അതെടുത്ത് അകത്ത് വെച്ചു. ഇന്ത്യയിൽ പാസ്പോർട്ട് പുതുക്കുന്നതിന് നേരിട്ട് ഹാജരാകേണ്ടതുണ്ടോ എന്ന് അയാൾ എന്നോട് ചോദിച്ചു. മലേഷ്യയിൽ ജനിച്ച മലയാളി എന്നായിരുന്നു ആദ്യം അയാൾ പറഞ്ഞത്. സംസാര ശൈലി ഇന്ത്യൻ രീതിയിലാണല്ലോ എന്ന് പരിചയപ്പെട്ട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ചോദിച്ചു. ജനിച്ചത് ഇന്ത്യയിലാണെന്നും പിന്നീട് മാതാപിതാക്കളുമായി മലേഷ്യയിലേക്ക് വന്നതാണ് എന്നും മറുപടി. കൂടുതൽ ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ ഒഴിഞ്ഞു മാറി. മക്കളും ഭാര്യയുമെല്ലാം മലേഷ്യയിൽ. ഏറെക്കുറെ ശരിയാണ് പാരിജാതൻ പറയുന്ന വിവരങ്ങൾ. മക്കളും ഭാര്യയുമൊക്കെ മലേഷ്യയിൽ. ഇന്ത്യയിൽ നിന്ന് മലേഷ്യയിലെത്തി പിന്നീട് ബ്രൂണയിലെത്തി. എന്നാൽ ആള് സുകുമാരക്കുറുപ്പല്ല, അത് ദാമോദര മേനോൻ. 42 വർഷമായി പോലീസ് തിരയുന്ന കൊലക്കേസ് പ്രതി സുകുമാരക്കുറുപ്പുമായി സാദൃശ്യമുള്ള ജോൺ മേനോനെക്കുറിച്ച് തുടർന്ന് പോലീസ് അന്വേഷണം തുടങ്ങുന്നു. ദുരൂഹ ഇടപാടുകാരനാണ് ജോൺ മേനോൻ എന്ന പാരിജാതൻ്റെ വാക്കുകൾ. നിർമ്മാണ സാധനങ്ങളുടെ കരാറിൽ 2 വർഷം മുമ്പ് ക്രമക്കേട് നടത്തിയ സംഭവത്തിൽ ജോണിൻ്റെ പാർട്ണറായ പാകിസ്ഥാനിക്കെതിരെ കേസെടുത്തിരുന്നു. മലേഷ്യയിലേക്ക് കുടിയേറിയ മലയാളി കുടുംബം എന്നാണ് പരിചയപ്പെട്ടവരോട് അയാൾ വിശദീകരിച്ചത്. ഇതോടെ പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കടന്നുകളഞ്ഞ സുകുമാരക്കുറുപ്പ് ബ്രൂണയിൽ സുഖമായി കഴിയുന്നു എന്ന വാർത്ത കേരളത്തിൽ കാട്ടുതീ പോലെ പടർന്നു. ഈ വാർത്ത എക്സ്ക്ലൂസീവ് എന്ന പേരിൽ തുടർ ബുള്ളറ്റിനുകളായി 24 ന്യൂസ് തൊടുത്തുവിട്ടുകൊണ്ടേയിരുന്നു. ചാനൽ ഫ്ലോറിൽ നിരന്തരം ചർച്ചകൾക്ക് എത്തുന്നവരിൽ ചിലർക്ക് സംശയം. അവരെ ഹാഷ്മിയും SKNും പരസ്യമായി വെല്ലുവിളിക്കുന്നു. ഞങ്ങൾ സുകുമാരക്കുറുപ്പിനെ കണ്ടെത്തി, ഇത് കേരള പോലീസിന്റെ വീഴ്ചയാണ്, ഇനി അയാളെ പിടിച്ചുകെട്ടി കൊണ്ടുവരിക കേരള പോലീസിന്റെ ഉത്തരവാദിത്വം. ഇതായിരുന്നു 24 ന്യൂസ് ചാനൽ നടത്തുന്ന വെല്ലുവിളി. ഒടുവിൽ ഇന്ന് ഉച്ചകഴിഞ്ഞ് സുകുമാരക്കുറുപ്പിൻ്റേതെന്ന് സംശയിച്ച് പോലീസ് ശേഖരിച്ച പാസ്പോർട്ട് തൃശൂർ വടക്കാഞ്ചേരി കരുപത്ര സ്വദേശിയായ ദാമോദര മേനോൻ്റേതാണ് എന്ന് ദാമോദര മേനോന്റെ സഹോദരൻ കരുണാകരൻ സ്ഥിരീകരിക്കുന്നു. 40 വർഷങ്ങൾക്ക് മുൻപ് ദാമോദര മേനോൻ മലേഷ്യയിലേക്ക് പോയി. പാലക്കാട് സ്വദേശിനിയെ അദ്ദേഹം അവിടെ വെച്ച് വിവാഹം കഴിച്ചു. അവർക്ക് 2 മക്കൾ. നിലവിൽ ഒരു അപകടത്തിൽപ്പെട്ട് ചികിത്സയിലാണ് ദാമോദര മേനോൻ. നാട്ടിലെ വീട്ടുകാരുമായി ഇദ്ദേഹം നിരന്തരം ബന്ധപ്പെടുന്നു. അപ്പോൾ പിന്നെ 24 ന്യൂസ് തുടർച്ചയായി ഒരു വീട് ബ്രൂണയിലേത് എന്ന പേരിൽ കാട്ടിക്കൊണ്ടിരുന്നു. അതും ദാമോദര മേനോന്റെ വീട് തന്നെയാണോ? ഈ വാർത്ത അവതരിപ്പിച്ചുകൊണ്ട് 24 ന്യൂസ് പറഞ്ഞതിങ്ങനെ: 4 പതിറ്റാണ്ടിലേറെയായി കേരളം അന്വേഷിക്കുന്ന പിടികിട്ടാപ്പുള്ളി സുകുമാരക്കുറുപ്പിനെ കുറിച്ച് ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടത് 24 ആണ്. 1/4 നൂറ്റാണ്ടായി സുകുമാരക്കുറുപ്പ് ഒളിവിൽ കഴിയുന്ന ബ്രൂണയിലെ ഒളിത്താവളത്തിൽ 24 പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രനെത്തി. ഇന്ത്യൻ കുറ്റാന്വേഷണ ചരിത്രത്തിൽ വൻ ദുരൂഹതയേറ്റിയ കേസിൽ അതിനിർണായകമായ മാധ്യമ ദൗത്യമാണ് 24 നിർവഹിച്ചത്. സകലമാന അന്വേഷണ ഏജൻസികളെയും പതിറ്റാണ്ടുകളോളം കബളിപ്പിച്ച സുകുമാരക്കുറുപ്പ് ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുവെന്ന രാജ്യത്തെ ഞെട്ടിക്കുന്ന സത്യമാണ് 24 ഇന്നലെ പുറത്തുവിട്ടത്. 1984 കൊലപാതകത്തിന് പിന്നാലെ ഒളിവിൽ പോയ സുകുമാരക്കുറുപ്പിന്റെ ചിത്രം ആദ്യമായി 24 ലോകം കണ്ടു. പേര് മാറ്റിയതും ദുരൂഹത ഉണർത്തുന്ന പെരുമാറ്റവുമായി 1/4 നൂറ്റാണ്ടായി ബ്രൂണയിൽ ജീവിക്കുകയായിരുന്നു സുകുമാരക്കുറുപ്പ്. ബ്രൂണയിലെ ഉൾപ്രദേശത്ത് സുകുമാരക്കുറുപ്പ് മാറി മാറി കഴിയുന്ന ഒളിത്താവളങ്ങൾക്ക് മുന്നിൽ 24 സംഘമെത്തി. നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സുകുമാരക്കുറുപ്പ് സമ്പന്നനായി ജീവിക്കുന്നുവെന്ന് 24 അന്വേഷണത്തിൽ കണ്ടെത്തി. മലേഷ്യയിൽ ജനിച്ച മലയാളി എന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു ഒളിവ് ജീവിതം. അബുദാബിയിലുള്ള ഭാര്യയും മകനുമായി നിരന്തരം ബന്ധപ്പെടുന്നു. ഇന്ത്യൻ സമൂഹവുമായി, പ്രത്യേകിച്ച് മലയാളികളുമായി അകന്നു കഴിയുന്നു. 80നോടടുത്ത് പ്രായം. സുകുമാരക്കുറുപ്പ് ഇപ്പോഴും ആരോഗ്യവാനാണ്. ബ്രൂണയിൽ സുകുമാരക്കുറുപ്പിനെ നേരിൽ കണ്ടവർ 24 പറയുന്നു, ഉള്ളത് പ്രായത്തിൻ്റെ ചെറിയ അവശതകൾ മാത്രം. ഒരു ചെറു സൂചനയിൽ നിന്ന്
3 മാസം മുമ്പാണ് സുകുമാരക്കുറുപ്പിനെ തേടിയുള്ള 24 അന്വേഷണത്തിന്റെ തുടക്കം. ലഭിച്ച വിവരങ്ങളിൽ ചെക്കിങ്ങും ക്രോസ് ചെക്കിങ്ങും നടത്തിയതിനു ശേഷം 24 പ്രതിനിധി ശ്രീനാഥ് ചന്ദ്രൻ ബ്രൂണയിലെത്തി. സുകുമാരക്കുറുപ്പ് എത്താനിടയുള്ള സ്ഥലങ്ങളിൽ അന്വേഷണം. അതിലൊന്നാണ് ഭക്ഷണം കഴിക്കാനെത്തുന്ന റെസ്റ്റോറൻറ്റ്. സുകുമാരക്കുറുപ്പിന്റെ ചിത്രം പകർത്തിയ മലയാളിയിലേക്കാണ് പിന്നീടെത്തിയത്. ഞെട്ടിക്കുന്ന വാർത്താ വിസ്ഫോടനത്തിലൂടെ 24 ന്യൂസ് ഒടുവിൽ എയറിലേക്ക് ഉയരുന്ന കാഴ്ച. അങ്ങ് ശൂന്യാകാശത്ത് നിന്ന് SKN നിലവിളിക്കുന്നു. ഒപ്പം ഹാഷ്മിയും തലയിൽ മുണ്ടിട്ടോടുകയാണ് 24 ന്യൂസിലെ മാധ്യമപ്പുലികൾ. എന്തൊരവസ്ഥ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.